എൻ്റെ പേര് പ്രണവ് എന്നാണ്. ടിപ്പായിട്ട് പറയുകയാണെങ്കിൽ കൺസിസ്റ്റൻസി ഈസ് ദ കീ, കറണ്ട് അഫയേഴ്സ് ഈസ് ദ കീ. ബാക്കി നമ്മൾ എത്രത്തോളം പിന്നെ ഹാർഡ് വർക്ക്. അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന് എന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. ഫസ്റ്റ് എന്നെ ജോയിൻ ചെയ്ത് ഞാൻ അഡ്മിഷൻ ഫീസ് കൊടുത്തിട്ട് ഞാൻ കാറിൽ തിരിച്ച് പോകുന്ന വഴിക്ക് എൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞ വാക്കാണ്, ഇവിടെ വന്നാൽ ഈ വർഷം നിനക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ 2024 ജാനുവരി ബാച്ചിലെ പ്രാക്ടീസ് വില്ലേജ് വരാന്ത റേസിലെ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ 2021 ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ നിന്ന് SN ചെമ്പഴന്തിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയത്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു എന്നുള്ളത് കൊണ്ട് ബാങ്കിലേക്ക് വന്നു എന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു, എന്തുകൊണ്ട് ഈ ഫീൽഡ് എടുത്തും, വേറെ ബന്ധമില്ലാത്ത ഫീൽഡാണല്ലോ എന്നാണ്. ഞാൻ പിന്നെ അപ്പോൾ തന്നെ ഡ്യൂറിങ് മൈ കോഴ്സ്, അപ്പോൾ ആ ടൈമിൽ തന്നെയായിരുന്നു ഞാൻ തീരുമാനിച്ചിരുന്നത്. ഓൾമോസ്റ്റ് ഒരു സെക്കൻഡ് ഇയർ ഹാഫ് ആയപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു ലെക്ചർഷിപ്പ് എന്നൊരു മോഡൽ എനിക്ക് വഴിയത്തില്ല, അതുകൊണ്ട് എന്തായാലും ഈ ഒരു ഫിനാൻസ് മേഖല തിരഞ്ഞെടുക്കാമെന്നാണ്. പിന്നെ ആ ടൈമിൽ തന്നെ അവിടുത്തെ സോഷ്യൽ ആക്ടിവിറ്റീസിനും മറ്റു കാര്യങ്ങൾക്ക് എൻഗേജ്ഡ് ആയിരുന്നപ്പോൾ തന്നെ കുറേ അധികം കോർഡിനേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ ഫിനാൻസ് കൈകാര്യം ചെയ്യുക, അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമും ഫിനാൻസ് മാനേജ്മെൻറ്റും ഈ ക്യാഷ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഇഷ്ടവും എല്ലാമാണ് എന്നെ ഈ ബാങ്കിങ് ഫീൽഡിലേക്ക് ഇറക്കാമെന്ന് തീരുമാനിച്ചത്. പിന്നെ ഞാൻ 2021 പാസ് ഔട്ടായി 2022 സ്റ്റാർട്ട് ആവാറായപ്പോൾ ട്രിവാൻഡ്രത്ത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി ചെറുതായിട്ട് ജോയിൻ ചെയ്തു. പക്ഷേ അവിടെ എനിക്കൊരു 1 മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങ് കോപ്പ് ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം പിന്നെ അവിടെ ലീവ് ചെയ്യായിരുന്നു. പിന്നെ ആ ഇയർ മൊത്തം ഞാൻ ഓൺലൈൻ കോഴ്സസ് ഒക്കെ എടുത്ത് പഠിക്കുകയായിരുന്നു. മെയിനായിട്ട് ആ ടൈമിൽ എനിക്ക് RRB ക്രാക്ക് ആയിരുന്നു, പ്രിലിംസ് ക്രാക്ക് ആയിരുന്നു. പിന്നീട് എനിക്ക് അങ്ങോട്ടൊന്നും അപ്ലിഫ്റ്റ് ആയി വരാൻ കഴിയുന്നില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് 2024 ആയപ്പോഴാണ് ഞാൻ ആഡ് കാണാൻ തുടങ്ങി. പ്രാക്ടീസ് വില്ലേജ് സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം കുറേ ആഡ് കാണാൻ തുടങ്ങി. യൂട്യൂബ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും അതിൽ കുറേ ആഡ്സ് വരാൻ തുടങ്ങി, TVയിലെ കുറേ ആഡ്സ് വരാൻ തുടങ്ങി. അപ്പോൾ വളരെ റാൻഡമായിട്ട് തന്നെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർക്ക് ഇവർ പറയുന്നത് പോലെ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് വന്നു പോയൊരു വ്യക്തിയാണ് ഞാൻ. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ ഞാൻ ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഗേറ്റ് കയറി വന്നപ്പോഴത്തേക്ക് തന്നെ എനിക്കൊരു ആശ്ചര്യമായിരുന്നു. ഇവിടെ താഴെ നിന്ന് വാക്കി ടോക്കിൽ പറയുന്നു, മുകളിൽ നിന്ന് പെർമിഷൻ എടുക്കുന്നു, താഴെ ഗാർഡ്സ്, വരുമ്പോഴത്തേക്ക് മെൻറ്റേഴ്സ്, റിസപ്ഷൻ സെപ്പറേറ്റ് സ്റ്റാഫ്സ്, അങ്ങനെ മൊത്തം ഒരു ഓൾമോസ്റ്റ് ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് സെറ്റപ്പ് ആയിരുന്നു പ്രാക്ടീസ് വില്ലേജ്. അത് കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് ഇംപ്രഷനിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. എന്നേക്കാൾ ഹാപ്പി ആയിരുന്നു എൻ്റെ പാരൻസ്. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഇവിടെ സംസാരിച്ചു, എൻ്റെ കോഴ്സിനെ കുറിച്ച് സംസാരിച്ചു. കാർത്തിക് സാറാണ് എൻ്റെ മെൻറ്റർ. പുള്ളിയാണ് ഒന്ന് എന്നെ ആദ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നൊക്കെ ഉള്ളത് പറഞ്ഞു തന്നത്. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ ഒരു 5,000 rupees അഡ്വാൻസ് ചെയ്ത് നെക്സ്റ്റ് ബാച്ചിലേക്ക് ഞാൻ ജോയിൻ ചെയ്തിട്ട് വരികയായിരുന്നു. ഞാൻ പറയാം, എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ് ആയിരുന്നു പ്രാക്ടീസ് വില്ലേജിലേക്ക് ജോയിൻ ചെയ്തതെന്നാണ്. മെയിനായിട്ട് എനിക്ക് ലാക്ക് ചെയ്തിരുന്നത് കൺസിസ്റ്റൻസി എന്നൊരു സംഭവമായിരുന്നു. ഞാൻ ഇങ്ങനെ വരുന്നു, എക്സാംസ് വരുന്നു, പഠിക്കാതെ അങ്ങ് പോകുന്നു, അല്ലെങ്കിൽ എക്സാം വരുമ്പോൾ മാത്രം ഇത് പഠിക്കുന്നു. ആ ഒരു സംഭവമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഉണ്ടായിക്കൊണ്ടൊരു ഇഷ്യൂ. പിന്നീട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് കംപ്ലീറ്റ് ഒരു ഓർഡറിലേക്ക് വരാനായിട്ട് പറ്റിയത്. ഞാൻ മോസ്റ്റ്ലി ഒരു 6 month കോഴ്സിനേക്കാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഞാൻ പിന്നെ ഇവിടെ വന്ന് തന്നെ ഞാൻ ഒരു സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബേസിൽ ഞാൻ കുറേ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി, സർക്കിൾസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു ഇതായപ്പോൾ തന്നെ എനിക്ക് ലാക്കായിരിക്കുന്നത്, എനിക്ക് എവിടെയൊക്കെ എന്തൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ട്, എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് സംഭവം കറക്റ്റായിട്ട് മനസ്സിലായി തുടങ്ങി. പിന്നെ ഈ കോഴ്സ് കഴിഞ്ഞ് 2 month കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സർക്കിൾസ് അറ്റൻഡ് ചെയ്യാൻ മാത്രം തുടങ്ങി. അതിനുശേഷം ലാബ് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി. ആ ലാബ് യൂട്ടിലൈസേഷൻ കൊണ്ട് മാത്രമാണ് സത്യത്തിൽ ഇവിടുത്തെ എനിക്ക് ഈ പ്രാക്ടീസ് വില്ലേജിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പ്യൂട്ടർ ലാബും എൻ്റെ ലാപ്ടോപ്പും തന്നെയാണ്. ആ ഒരു ഫീൽഡ്, ആ ഒരു സ്മോൾ ഏരിയയിൽ നിന്ന് തന്നെയാണ് എനിക്കിപ്പോൾ ഈ ഗ്രോത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സംഭവം അവിടെ ഉണ്ടായിരിക്കുന്നത് എൻ്റെ ആ ലാബിൽ നിന്നും ആ ലാപ്ടോപ്പിൽ നിന്ന് തന്നെയാണ്. പിന്നെ എൻ്റെ മെൻറ്റേഴ്സ് എടുത്ത് പറയേണ്ട കാര്യമാണ്, 24 hour അവർ നമ്മളിവിടെ തന്നെ ഇവിടെ ഉള്ള ആൾക്കാരാണ്. ഓൾമോസ്റ്റ് ഒരു 10 to 11 o'clock വരെ DCRൽ ഇവർക്ക് നമുക്ക് എന്ത് സംശയമുണ്ടോ അവരൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരും. നമുക്ക് അവിടെ ചെന്നാൽ മതി. അവരവിടെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ സർക്കിൾ പേപ്പർ കയറുമ്പോൾ ചോദിച്ചാൽ മതി. ഒന്നുമില്ലെങ്കിൽ അവരുടെ റൂമിലേക്ക് വരെ നമുക്ക് കയറി ചെല്ലാം, അവരുടെ സംശയം ചോദിക്കാം, അവർ സ്പോട്ടിൽ ക്ലാരിഫൈ ചെയ്ത് തരും. കഴിയില്ലെങ്കിൽ റെഫർ ചെയ്തിട്ടാണെങ്കിലും പറഞ്ഞു തരും. ആ ഒരു കാര്യത്തിൽ എനിക്കൊരു ഗൈഡൻസ് കിട്ടിയതുപോലെ വേറെ എങ്ങൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു കാര്യത്തിൽ കിട്ടിയ ഒരു പുഷ് തന്നെയാണ് യഥാർത്ഥത്തിൽ എന്നെ ഇതുവരെ എത്തിച്ചതിൽ ഒരു വലിയ പങ്ക് വെച്ചത്. എൻ്റെ അച്ഛൻ ഒരു പോലീസ് ഓഫീസറാണ്, അമ്മ ഒരു PWD എംപ്ലോയി ആണ്, ഒരു അനിയനുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതലായിട്ടൊരു സപ്പോർട്ട് ഫാക്ടർ എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ്. വേറെ എന്ത് കാര്യങ്ങളാണ് അവരൊന്നും എൻ്റെ അടുത്ത് ചോദിച്ചില്ല. എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ്, നീ എന്തുകൊണ്ട് ഇറങ്ങുന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ബാങ്കാണോ ഇഷ്ടം, ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ബാങ്കിലേക്ക് പോകാം, ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്, അപ്പോൾ ഞാൻ അതിലേക്ക് ഇറങ്ങിയാലോ എന്ന് ആലോചിച്ചു. എനിക്ക് ഇഷ്ടമാണ്, നീ തുടങ്ങിക്കോ, ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് കേൾക്കുന്നു, ഞാൻ അവിടേക്ക് പോകും. അതുപോലെ അച്ഛൻ ഇവിടെ കൊണ്ട് തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇവിടെ വന്നാൽ നിനക്ക് കിട്ടും. ഫസ്റ്റ് എന്നെ ജോയിൻ ചെയ്ത് ഞാൻ അഡ്മിഷൻ ഫീസ് കൊടുത്തിട്ട് ഞാൻ കാറിൽ തിരിച്ച് പോകുന്ന വഴിക്ക് എൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞ വാക്കാണ്, ഇവിടെ വന്നാൽ ഈ വർഷം നിനക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ക്രാക്ക് ചെയ്യുകയും ചെയ്തു. എനിക്ക് ഇപ്പോൾ IDBI ESOയുടെ ഒരു പോസ്റ്റിലേക്ക് കൊച്ചിയിൽ റിക്രൂട്ട്മെന്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 24th ജോയിനിങ് ആണ് അവിടെ. ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചപ്പോഴത്തേക്ക് ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ചാൽ എനിക്ക് കുറേ അധികം ഡിസ്ട്രാക്ഷൻസ് വരുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വീട്ടിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെറിയൊരു കാര്യമാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ, നമ്മൾ എത്രയൊക്കെ ഇന്ന് പിടിച്ചിരുന്ന് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ പോലും അറിയാതെ ആ കാര്യങ്ങൾക്ക് എൻഗേജ് ആയി പോകും. എനിക്ക് എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഉണ്ടാക്കാൻ കഴിയുന്നത് എനിക്കൊരു ധാരണയില്ലായിരുന്നു. ആ ലെവലാണ് എനിക്ക് ടൈം പൊക്കോണ്ടിരുന്നത്. വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കാമെന്ന് തീരുമാനിച്ചതിൻ്റെ കാര്യം തന്നെ ഈ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക എന്നൊരു സംഭവത്തിന് മാത്രമാണ്. ഇവരുടെ കീ ലൈനായ ഡിസ്ട്രാക്ഷൻ ഫ്രീ സോൺ എന്നൊരു
ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെയാണ് എനിക്ക് വരാന്ത റേസിനോട് എനിക്ക് ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാമെന്നൊരു തോന്നലെങ്കിലും വന്നത് ആ ഡിസ്ട്രാക്ഷൻ ഫീസ് റോൺ എന്നൊരു കാര്യത്തിലേക്ക് മാത്രമാണ്. അതെനിക്ക് ഇവിടെ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. എനിക്ക് ആവശ്യമില്ലാതെ പുറത്ത് പോകേണ്ട ആവശ്യമില്ല, എനിക്ക് ഫുഡിന് അതിന് പോകേണ്ട ആവശ്യമില്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ രാവിലെ എണീക്കുന്നു, ഫ്രഷ് ആവുന്നു, ഫുഡ് കഴിക്കുന്നു, ലാബിൽ വരുന്നു, ഉച്ചയ്ക്ക് വരുന്നു, ഫ്രഷ് ആവുന്നു, ഫുഡ് കഴിക്കുന്നു, ലാബിൽ വരുന്നു, ഈവനിങ് ആണെങ്കിൽ അങ്ങനെ തന്നെ. ഇത് ഈ ഒരു സോൺ എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ വീട്ടിലൊരു 5 hours പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ ഇവിടെ വന്നാൽ ഓൾമോസ്റ്റ് 10 to 11 hours വരെ എനിക്ക് അവൈലബിൾ ആണ്. ഞാൻ അതിൽ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത് രണ്ടാമത്തെ ഭാഗമാണെങ്കിലും ഓൾമോസ്റ്റ് 12 hours വരെയും എനിക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ആ അവൈലബിലിറ്റി ഞാൻ എത്രത്തോളം യൂസ് ചെയ്യുന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. വീട്ടിലാകുമ്പോൾ എനിക്ക് ആ ഒരു പോയിന്റ് എനിക്ക് വളരെയധികം റാക്കിംഗ് ആയിരുന്നു. പിന്നെ ആൾക്കാർ, നാട്ടുകാർ, ഫ്രണ്ട്സിനെ വിടാം, ഫ്രണ്ട്സിനെ സപ്പോർട്ടീവാണ്, ബന്ധുക്കൾ, ഇവരൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. അവരുടെ അടുത്തൊക്കെ ഞാൻ അവസരം പറഞ്ഞാൽ കൊല്ലത്താണ്, ഞാൻ വേറൊരു കാര്യമാണെന്ന് മാത്രം പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ കാര്യത്തിൽ എനിക്കിനി അവിടെ പുറത്ത് പോയി പറയാം, എന്താണ് എനിക്ക് ജോബ് ആയിട്ടുണ്ട്, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാമെന്നൊരു ലെവലിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു. എനിക്ക് ഇവിടെ പ്രാക്ടീസില്ല, ഇവിടെ വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് സ്പൈക്ക് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ എഴുതിയ കുറേയധികം എക്സാംസ്, പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ തുടങ്ങി, ക്രാക്ക് ചെയ്ത് മെയിൻസും ക്രാക്ക് ചെയ്തു. ഇപ്പോൾ IBPS ക്ലർക്കിൻ്റെ മെയിൻസ് എഴുതിയിട്ട് ഞാൻ റിസൾട്ട് വെയിറ്റിംഗ് ആണ്. IBPS POയുടെ മെയിൻസ് ക്രാക്ക് ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ ഇൻ്റർവ്യൂ ആണെങ്കിലും ഇതിപ്പോൾ IDBA എക്സിക്യൂട്ടീവിന് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. മെയിൻസ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇൻ്റർവ്യൂ ഗൈഡൻസ് എന്നൊരു സംഭവം എൻ്റെ ഫാക്കൽറ്റീസിനും മെമ്പേഴ്സിനും കിട്ടിയ ഒരു സപ്പോർട്ട് ഭയങ്കര ഇതാണ്. അവർ നമ്മൾ പരസ്പരം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇപ്പം ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ആ ഒരു പോയിന്റ്, ഇന്നൊരു കാര്യം വരാറുണ്ട്, ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ മെമ്പേഴ്സ് ആരുമൽ സാർ, കാർത്തിക് സാർ, അഞ്ജന മിസ്, അനഘ മിസ്, ഇവിടുന്ന് പോയ അനഘ മിസ്, എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ ഭയങ്കര കാജുവലാണ്. ബാങ്ക് മാത്രമല്ല SSCയിലെ മെൻറ്റേഴ്സും ഉണ്ട്. അവരുടെ അടുത്ത് നിന്നാണെങ്കിലും നമുക്ക് എന്താണ് ഈ ഒരു ഇൻ്റർവ്യൂ ഗൈഡൻസ്, മറ്റു കാര്യങ്ങൾ അതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന എന്ത് കാര്യമാണെങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യും. അവരുടെ ഇൻപുട്ട് കാരണം നമുക്ക് ഒരു കാര്യം കിട്ടുകയാണെങ്കിൽ അത് എത്രത്തോളം പ്രൊവൈഡ് ചെയ്യാൻ കഴിയും അത് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. ആ സംഭവം എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. എസ്പെഷ്യലി ഇൻ്റർവ്യൂയുടെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ മെൻറ്റേഴ്സ് ആണെങ്കിലും ഇഷ്ടംപോലെ മോക്ക് ഇൻ്റർവ്യൂസ് എടുത്തു തരുന്നു. കൂടാതെ എനിക്ക് ട്രിവാൻഡ്രത്ത് പോയി എനിക്കൊരു മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ആ ഒരു ഗൈഡൻസ് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ഇൻ്റർവ്യൂ ഉൾപ്പെടെയുള്ള എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഗ്രാജുവേറ്റ് ആണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആയിരുന്നു ഗ്രാജുവേറ്റ്. ഞാൻ ഒരു 3 years ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ എന്നുള്ള കാര്യത്തിനല്ലാതെ ഞാൻ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഇതായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ക്രാക്കായി വരാൻ കഴിയും, എനിക്ക് അപ്ലിഫ്റ്റായി വരാൻ കഴിയുമോ. കാരണം കുറേ അധികം ഉണ്ട്. ബാങ്കിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിൻ്റെ ഡെപ്ത് നല്ല രീതിയിൽ കൂടുതലാണ്. നമ്മൾ പ്ലെയിൻ സർഫസിൽ കൂടെ കുറേ ടോപ്പിക്സ് പഠിക്കുന്നു എന്നുള്ളതിനേക്കാളും നമുക്ക് കോൺസെപ്റ്റും കോറും കറക്റ്റായിട്ട് കിട്ടുക, അതിൻ്റെ കൂടെ സ്പീഡും ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ബാങ്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ഐഡിയോളജി ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ എനിക്ക് ഭയങ്കര ഒരു ഡിലെമ ഉണ്ടായിരുന്നു, എന്താണ് ഇത് ക്രാക്ക് ചെയ്യാൻ കഴിയുമോ ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു ധൈര്യം കിട്ടി. ഞാനൊരു +2 10th പഠിച്ചതിൻ്റെ ഒരു ബേസ് ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ആ ഒരു സംഭവം അപ്ലിഫ്റ്റ് ചെയ്ത് വരാൻ കഴിയുന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് എല്ലാവരും എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് എല്ലാവർക്കും ഇംഗ്ലീഷ് എളുപ്പമാണ്, എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര സ്മൂത്ത് ആണെന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ ബാങ്ക് എക്സാമിനുള്ള ലെവലിലുള്ള ഇംഗ്ലീഷ് പഠിപ്പിക്കാറില്ല. ഗ്രാമറിൻ്റെ നല്ല ഡെപ്തിലേക്കുള്ള ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളാണ് വരുന്നത്. അതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മളിത് പഠിച്ചാലേ കഴിയും, ആ ലെവലിലേക്കുള്ള കോമ്പറ്റൻസ് നമുക്ക് ഉണ്ടാക്കിയെടുത്താലേ കഴിയും. ആ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ റീസണിങ് ആണെങ്കിൽ നമുക്ക് എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ സ്മൂത്ത് ആകും. അത് നമുക്കിപ്പോൾ ഒരു 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിലും PhD എടുത്ത ഒരാൾക്കാണെങ്കിലും നമ്മൾ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ ആ സാധനത്തിൻ്റെ സ്പീഡ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത് ഞാൻ ഇവിടെ നിന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്തപ്പോൾ ഇവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ആ ഒരു സെറ്റപ്പും ആ ഒരു ഗൈഡ് ലൈൻസും എല്ലാം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ബോർഡമായിരിക്കും, ഭയങ്കരമായിട്ട് ഞാൻ മടുത്തു പോകും, ചിലപ്പോൾ ഞാൻ ഒരു 2 months തന്നെ നിർത്തിപ്പോകാൻ ചാൻസ് ഉണ്ട് എന്നൊരു തോന്നലാണ് സത്യം പറഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്ത് തന്നെ. ഞാൻ ഫസ്റ്റിലത്തെ ഒരു 1 month കുറിച്ച് എനിക്ക് വേണം ഞാനിത് പഠിക്കുക എന്നൊരു മൈൻഡിൽ മാത്രം ഇരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് എനിക്ക് ഇവിടുന്ന് എൻ്റെ കൂടെ ഇരുന്ന ക്ലാസ്മേറ്റ്സിൻ്റെ കിട്ടിയ ആ ഒരു കമറാഡറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒട്ടുമേ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. അതിൻ്റെ ഡെപ്ത്, എൻ്റെ റൂട്ട്സ് എന്ന് വെച്ചാൽ വളരെ ഡെപ്തായിട്ട് പോവുകയും ചെയ്യും. ബാങ്കിൽ എനിക്ക് എൻ്റെ ബാച്ചിൽ SSCയും ബാങ്കും മിക്സ് ചെയ്തുള്ള ബാച്ചാണ് നമുക്ക് ആ ഒരു ജനുവരി ബാച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്തെന്നുണ്ടെങ്കിലും എൻ്റെ ബാങ്ക് ബാച്ചിലെ കുട്ടികളാണെങ്കിലും SSC ബാച്ചിലെ കുട്ടികളാണെങ്കിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് നല്ല രീതിയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സത്യം പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പിനും ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്ന ഒരാളായിരുന്നു. ഞാൻ കോളേജ് ലൈഫ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇനി ഇങ്ങനെ ഒരു ബോണ്ട് ഉണ്ടാകണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് കയറി അപ്പോഴും ഇത് ഉണ്ടാവോ ഇല്ല എന്നൊരു ഭയങ്കര ഒരു ഡൗട്ടും ഡിലേമിൽ ഇരുന്നൊരു ആളായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് എനിക്ക് ഇവിടെ ഉണ്ട്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ചില ആൾക്കാരെ നമുക്ക് കണ്ടുമുട്ടി കഴിയുമ്പോഴോ സംസാരിക്കുമ്പോഴോ അറിയാം, ഒന്നുകിൽ നമ്മുടെ ആ ഒരു നമുക്കൊരു അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു മെറിറ്റ് ഉണ്ടാകുമ്പോൾ, ഒരു ഗുണം ഉണ്ടാകുമ്പോൾ നമുക്കടുത്ത് ജലസി ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഗ്രഡ്ജ് വരേണ്ട ഒരു ആൾക്കാരുണ്ട്, സംഭവങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ എൻ്റെ വിക്ടറി എന്നല്ല, എനിക്കിപ്പോൾ ഈ എക്സാം കിട്ടിയപ്പോൾ തന്നെ എൻ്റെ വിക്ടറി എന്നേക്കാൾ കൂടുതൽ ആഘോഷിച്ചത് അവരാണ്. അവരെല്ലാ കാര്യങ്ങൾക്കും പറയുന്നു, ഇവിടെ അവരുടെ അമ്മമാരെ വിളിച്ച് പറയുന്നു, അവരുടെ ആ രീതിക്ക് നിൽക്കുന്നു.
അങ്ങനെ മൊത്തം ഹാപ്പി എൻഗേജ്മെൻറ്റ്സ് അങ്ങനെ. അതുപോലെ തന്നെ ഇവിടുന്ന് എൻ്റെ ബാച്ച് മാത്രമല്ല ബാക്കിയുള്ള ഇവിടെ നിന്ന് കഴിഞ്ഞുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ബാച്ചുകളായിട്ട് നമുക്ക് ഇൻക്രിമെൻ്റ് ചെയ്യാൻ പറ്റും. കാരണം ഡെയിലി നമ്മൾ ഓൺ റെഗുലർ ബേസിസ് നമ്മൾ വീട്ടിൽ പോകുന്നില്ല, വേറെ എങ്ങും പോകുന്നില്ല, നമ്മൾ റെഗുലറായിട്ട് കാണുന്ന ആൾക്കാരുമാണ്. അവരെ നമ്മൾ കളിയാക്കുന്നു, അവരെ നമ്മൾ ഭൃതം പറയുന്നു, നമ്മൾ ആ രീതിക്ക് നിൽക്കുന്നു, അവർ നമ്മളോടൊപ്പം നിൽക്കുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു, നമുക്ക് ആ രീതിക്ക് പോകുന്നു. ഫെസ്റ്റിവൽസ് ഇവിടെ ആഘോഷങ്ങൾ ബഹളങ്ങൾ ആ രീതിക്ക് ഒരുമിച്ച് നിൽക്കുന്നു. ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഇവിടെ വന്നിട്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ കിട്ടിയ വളരെ വലിയൊരു ട്രഷറുകളിൽ ഒന്നാണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ബോണ്ട്സ്. അത് ഞാൻ പറയണം, എൻ്റെ എനിക്ക് ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ഉള്ളതിനേക്കാളും എനിക്ക് ഏറ്റവും അടുത്തൊരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് തന്നെയുണ്ട്. ഇവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് പോയ ആൾക്കാരാണെങ്കിലും അവർ തിരിച്ചു വരാറുണ്ട്, തിരിച്ച് വിളിക്കാറുണ്ട്. കഴിയുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഗ്യാതറിംഗ്, എത്രത്തോളം നമുക്കൊരു ഗ്യാതറിംഗ് ഉണ്ടാക്കാൻ കഴിയും അവരെല്ലാം ഒന്ന് മീറ്റപ്പ് ചെയ്യുക, ആ ഒരു ബോണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, അതായത് ഞാൻ ഈ PVയിലേക്ക് ജോയിൻ ചെയ്യുന്നു, മെയിനായിട്ട് സ്മാർട്ട് ഫോൺ ഫ്രീ ക്യാമ്പസാണ് സംഭവം. നമുക്കൊരു ചെറിയ കീപാഡ് ഫോൺ അല്ലാതെ എനിക്ക് വേറെ ഇതില്ല, നമുക്ക് വാട്സപ്പില്ല, സോഷ്യൽ മീഡിയാസ് ഒന്നുമില്ല. ഞാൻ ഓൾറെഡി ഒരു 6 month ആയിട്ട് ഒരു ഹൈബർനേഷൻ പോലെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു ഒരു ടൈമിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് അതിന് മുമ്പ് വരെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഫോൺ താത്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോൺ ഇനി യൂസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റക്കായി പോകും, ലൈഫ് ഇനി മുമ്പോട്ടേക്ക് പോകത്തില്ല. ഞാൻ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ എന്താണ് എൻ്റെ ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തില്ലെങ്കിൽ വേറെ ആർക്കാ സംഭവം ചെയ്യാൻ കഴിയില്ല, ആ ഒരു ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാകും എന്നൊരു ഭയങ്കര തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വെറും തോന്നലാണ്. നമ്മളവിടെ ഇല്ല, ഒരു 10 day അല്ലെങ്കിൽ 10 day to 20 days ആയിട്ട് നമുക്ക് ആ സംഭവത്തിൽ കട്ടൗട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ആ കാര്യത്തിലേക്ക് വേറൊരു റീപ്ലേസ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആ റീപ്ലേസ്മെൻറ്റ് ഉണ്ടാക്കും. ഇവിടെ വന്നപ്പോഴത്തേക്ക് അങ്ങനെയായിരുന്നു. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് എമർജൻസി കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ആവശ്യങ്ങൾ ഇവിടെ ഫോൺ നമ്മൾ പ്രൊവൈഡ് ചെയ്യും, കാര്യങ്ങൾ കുഴപ്പമില്ല, നമ്മളിവിടെ സബ്മിറ്റ് ചെയ്താൽ മതി. പക്ഷേ എന്തെങ്കിലും കാര്യങ്ങളോ മറ്റുണ്ടായി കഴിഞ്ഞാൽ എമർജൻസിയാണ്, വീട്ടിൽ പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് ഫോൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് ഉപയോഗിക്കാം, ഫൈൻ. ഇവിടെ ആ ഫോണിൻ്റെ റെസ്ട്രിക്ഷൻ കൊണ്ട് മെയിനായിട്ടുണ്ടായ 2 ഉപയോഗങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് ഡിസ്ട്രാക്ഷൻ ഒരു സംഭവമില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കണമെന്നൊരു തോന്നലില്ല, വേറെ എന്തെങ്കിലും ഒരു കോൾ വരുമോ എന്നൊരു ഫീലിംഗ് ഇല്ല, സ്മാർട്ട് ഫോൺ ഇപ്പോൾ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്ന് കാണുന്നൊരു ഫീലിംഗ് ഇല്ല, മറ്റു കാര്യങ്ങൾ. 2, നമ്മൾ ഭയങ്കരമായിട്ട് ഓപ്പൺ ആവും. നമ്മൾ സത്യം പറഞ്ഞ എക്സ്പ്ലോറേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ കാണാത്തൊരു കാര്യം നമുക്ക് ഫോണിലേക്ക് കാണാൻ കഴിയും. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കവിടെ ലാബിൽ ഞാൻ ലാബിൽ ഇരുന്നിട്ടാണ് ഞാൻ ആരോമൽ സാറ്, നമ്മളെ TL ആണ്, ആരോമൽ സാറും കാർത്തിക് സാറും ഇരിക്കവെയാണ് അപ്പോഴാണ് ആരോമൽ സാർ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് എക്സിക്യൂട്ടീവിൻ്റെ റിസൾട്ട് വന്നിട്ട് നോക്കി. അപ്പോഴത്തേക്ക് എനിക്ക് ഒരു ടെൻഷൻ, അങ്ങനെ ഫൈനൽ റിസൾട്ടാണ്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കുകയാണ്. അന്നത്തെ ഇൻ്റർവ്യൂ ടൈമിലാണെങ്കിൽ എനിക്ക് ശശി തരൂരിൻ്റെ ഒരു ക്വസ്റ്റ്യനൊക്കെ പറഞ്ഞ് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ബാക്കി ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫൈൻ, പക്ഷേ എന്നാലും ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പേടിയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ലാബിലേക്ക് വന്നപ്പോൾ എൻ്റെ അടുത്തടുത്തല്ലേ ക്യാബിൻ സെറ്റ് ഇരിക്കുക. അപ്പോൾ ഇതാണ് റിസൾട്ട് വന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് തന്നെ കുട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള എല്ലാവരും ചുറ്റും വരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ചിരുന്നാണ് നോക്കി സാധാരണ IBPSൻ്റെ എക്സാംസിൻ്റെ റിസൾട്ട് നോക്കും പോലെയല്ല ഇത് നോക്കിയത്. ഇത് IDBIയുടെ വെബ്സൈറ്റിൽ കയറി അവരുടെ കരിയർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വേറൊരു വിൻഡോ വഴി പോയിട്ട് വേണം ഈ റിസൾട്ട് ചെക്ക് ചെയ്യാൻ. ആ റിസൾട്ട് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കൺഗ്രാജുലേഷൻ, യു ആർ ക്വാളിഫൈഡ് ആഫ്റ്റർ ദ ഇൻ്റർവ്യൂ ആൻഡ് ദ മെയിൻ എക്സാം പ്രോസസ്. സത്യം പറഞ്ഞാൽ എനിക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല, എനിക്കിത് ഇനി വേറെ എന്തെങ്കിലും പ്രോസസ്സ് ഉണ്ടോ, അതോ ഇനി എന്താണ്, എനിക്ക് കിട്ടിയോ ഇല്ലേ, എനിക്കൊരു ധാരണയില്ല. ഞാൻ അപ്പോൾ തന്നെ ആരോമൽ സാറിനെ വിളിച്ചോളൂ, സാറേ എനിക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, കിട്ടിയായിരുന്നു, ഇത് എന്താണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ ആരോമൽ സാറും കാർത്തിക് സാറുമാണ് പറഞ്ഞാൽ കിട്ടി, ഫൈൻ. അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞത് ജോബായി. ഇനി പിന്നെ മെഡിക്കലുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, ആ ഒരു സംഭവങ്ങളേ ഉള്ളൂ. ജോബായി. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കിട്ടുന്നൊരു റെഗുലർ ജോബാണ്. പാർട്ട് ടൈം ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഫൈൻ അത് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ, ഓൺലൈൻ ആയിട്ടും മറ്റും ചെയ്തിട്ടുണ്ടെന്നല്ലാതെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കിട്ടുന്നൊരു ജോബാണ്. എനിക്ക് സത്യം പറഞ്ഞ ഡിലേമയാണ്, ഞാൻ എന്തിനാണ് എനിക്ക് ഒന്ന് ഇറങ്ങി ഓടിയാലോ എന്നൊക്കെ ഒരു ഫീലിംഗ് ഒക്കെ വന്നു. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങി താഴെ ചെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഫോൺ വിളിച്ചു, അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മയുടെ അടുത്ത് തന്നെ അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞു, അച്ഛനും അടുത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ സ്പീക്കർ ഇടുക, പറ്റുമെങ്കിൽ അനിയനെയും കൂടെ വിളിക്കാൻ പറഞ്ഞു. അനിയനെ വിളിച്ച് സ്പീക്കർ ഇടാൻ പറഞ്ഞിട്ട് സംഭവം ക്വാളിഫൈഡ് ആയിട്ടുണ്ട്, ഇനിയും മെഡിക്കലും മറ്റു കാര്യങ്ങളേ ഉള്ളൂ, ഇതാണ്. അച്ഛൻ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ആരുമില്ല, പക്ഷെ ആദ്യമായിട്ടാണ് അച്ഛൻ എക്സ്പ്രസ് ചെയ്ത് ഞാൻ കാണുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ കിട്ടിയില്ലേ, ഇതൊക്കെയാണല്ലേ. അമ്മ ഭയങ്കര ഹാപ്പി ആ രീതിയിൽ മറ്റു കാര്യങ്ങൾ പോകുന്നു. പിന്നെ എനിക്ക് അടുത്തൊരു ചോദ്യം എന്നിട്ട് സത്യത്തിൽ വന്നത്, ഇനി ഇതിലേക്ക് പോകണോ, വേണമെങ്കിൽ എനിക്കിനി കുറച്ചും കൂടെ എനിക്ക് 24 ആണ് എൻ്റെ ഏജ്. അപ്പോൾ എനിക്കിനി കുറച്ചും കൂടെ ബെറ്റർ കരിയർ ഓപ്ഷൻസ് വേണമെങ്കിൽ എൻ്റെ ഫ്രണ്ടിലുണ്ട്, അത് ചൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊരു തോന്നൽ ആ ഒരു ഡിലെമ അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാരായിരുന്നു. അവർ പറഞ്ഞു, അതായത് മെൻറ്റർമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അതായത് നമുക്ക് ഇപ്പോഴത്തെ ലെവലിലാണെങ്കിൽ എനിക്കൊരു 3 month കഴിയാൻ നേരത്തെ AM ആയിട്ട് പ്രൊമോഷൻ ആകാം, അല്ലെങ്കിൽ 2 month കഴിയുമ്പോൾ എനിക്ക് ജാമായിട്ട് ജൂനിയർ അസിസ്റ്റന്റ് മാനേജറായിട്ട് അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് പ്രൊമോഷൻ ആകും.
പ്രൊമോഷൻ ആയി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയൊക്കെ പോയാലും ആ ലെവലിൽ എനിക്കൊരു സാലറി ഹൈക്ക് നല്ല രീതിയിൽ സ്പൈക്ക് ഉണ്ടാകും. നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ കിട്ടുന്നതിൻ്റെ 2 to 3 ടൈംസിന് എനിക്കൊരു സാലറി ഹൈക്ക് എന്തായാലും ആ ടൈമിൽ ഉണ്ടാകും. പിന്നെ LICയുടെയും കൂടെ ഇൻവോൾവ്മെൻറ്റ് ഉള്ളൊരു ബാങ്ക്, LICയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും കൂടെ ഒരു ബാങ്കാണ്. സോ അതങ്ങനെ ഒരു ഡീസ്റ്റെബിലൈസേഷൻ എന്നൊരു ഇഷ്യൂലേക്ക് എന്തായാലും പോകത്തില്ല. സോ ഫർദർ പ്രോസസ് വേണമെങ്കിൽ എനിക്ക് ഇതിൻ്റെ കൂടെ പഠിക്കാൻ വേണമെങ്കിൽ നോക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഈ സംഭവത്തിലേക്ക് പോകാതിരിക്കേണ്ടെന്ന് പറഞ്ഞ് ആ ഒരു ഡിലെമ ക്ലിയർ ചെയ്ത് തന്നതും ഇവർ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ആ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഞാൻ താഴെ പോയിട്ട് വന്നപ്പോൾ ഇവിടെ ഒരു ആഘോഷമായിട്ട് എൻ്റെ ഫ്രണ്ട്സ് നോക്കിയപ്പോൾ അവർ വീട്ടുകാരെ വിളിച്ച് പറയുന്നു, ഇവിടെ വിളിച്ച് പറയുന്നു, ഇവിടെ ഇല്ലാത്ത ആൾക്കാരെ അവർ വിളിച്ച് പറയുന്നു. ആ ലെവലിലാണ് ഇവിടെ ആ ഒരു വിക്ടറി പ്രോസസ് എനിക്ക് ആഘോഷമാക്കിയത്. അപ്പോൾ ഈ IDBIയുടെ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞ് 2 to 3 days കഴിഞ്ഞപ്പോഴത്തേക്കാണ് എന്താണ് IBPS POയുടെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ചെറിയോൺ തൊറ്റൊപ്പം പോലെ ആ സംഭവം ക്ലിയറായി. മെയിൻസിൻ്റെ റിസൾട്ട് വന്നു, അത് ക്ലിയറായി. സത്യം പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാം നല്ല കടുപ്പമായിരുന്നു. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കടുപ്പമായിരുന്നു. പേഴ്സണലി എനിക്ക് ഞാൻ ഒരു ചെറിയൊരു വിഷമത്തിലിരുന്നൊരു സംഭവമായിരുന്നു. ആ ടൈമിലാണ് ഇതിന് റിസൾട്ട് വന്നത്. ഞാനത് ഫസ്റ്റ് വിളിച്ചു പറഞ്ഞു, സാറേ ഫസ്റ്റ് സത്യം പറഞ്ഞാൽ ആ ടൈമിൽ ഞാൻ ഫസ്റ്റ് വിളിച്ചു പറഞ്ഞത് എനിക്ക് ഫസ്റ്റ് കോൾ വന്നത് ആരോമൽ സാറിൻ്റെ അടുത്തു നിന്നാണ്. ആരോമൽ സാർ വിളിച്ച് ചോദിച്ചു, എടാ കിട്ടിയോ, എന്തായി എന്ന് ചോദിച്ചു. സാറേ കിട്ടി എന്ന സംഭവം പറയുകയാണ് ചെയ്തത്. അതിനുശേഷം സത്യം പറഞ്ഞാൽ ഈ IDBIയിലേക്ക് ജോയിൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ലെവലിൽ കണ്ടിരിക്കുന്നൊരു ഡ്രീമാണ്. അതിന് എനിക്ക് ഈ ഒരു ലെവലിൽ എനിക്ക് PO, അതിന് മുകളിലൊരു RBI ഗ്രേഡ് B എന്നൊരു ലെവലിൽ എനിക്കൊരു മാനേജർ പോസ്റ്റ് എനിക്ക് എന്തായാലും ഒരു ഡ്രീമാണ്. അപ്പോൾ IBPS POയുടെ ഒരു മെയിൻസ് അറ്റൻഡ് ചെയ്തു, ബാംഗ്ലൂർ പോയി അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി IBPS ക്ലർക്കിൻ്റെയും കൂടെ റിസൾട്ട് വരാനുണ്ട്. ഇപ്പോൾ PO കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഞാൻ അതിലേക്ക് പോകാനായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ SPPയുടെ എക്സാംസ് വരുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് RBI ഗ്രേഡ് B ഇനി ട്രൈ ചെയ്യണമെന്നൊരു മൈൻഡ് സെറ്റ് നിൽക്കുകയാണ്. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ PO കിട്ടുമ്പോൾ PO ലെവലിൽ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട് ബാങ്ക് ജോബ് ഭയങ്കര പാടാണ്, ബാങ്ക് ജോബ് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്, നമുക്കൊട്ടും സഹിക്കാൻ കഴിയത്തില്ല. ഞാൻ ഈ ബാങ്കിലേക്ക് ജോയിൻ ചെയ്യുന്നു, ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ബാങ്കിലേക്ക് പോവുകയാണെന്നൊക്കെ ഒരു ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞപ്പോഴത്തേക്കും സജഷൻ ചോദിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്, നമുക്ക് ബെയർ ചെയ്യാൻ കഴിയില്ല, നമ്മുടെ ലൈഫ് ബാലൻസ് പോകും, കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് കയറിയ ഒരു ഫീൽഡാണിത്. എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് എനിക്ക് കയറി കഴിഞ്ഞാലേ പറ്റും. പക്ഷേ വളരെയധികം ഇഷ്ടപ്പെട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഞാൻ നോക്കിയൊരു ഫീൽഡാണ് ഈ ബാങ്ക് ജോബ്. അതുകൊണ്ട് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സർവൈവ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു മിനിമം കോൺഫിഡൻസ് എന്തായാലും ഉണ്ട്. അഡാപ്റ്റ് ചെയ്യാൻ കഴിയും, മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കൂടാത്തതിന് ഒരു പാഷൻ എന്നൊരു ലെവലിലേക്കും കൂടിയാണ് ഞാൻ ഈ ബാങ്ക് ജോബ് കാണുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എനിക്കത് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നലുണ്ട്. പിന്നെ പറയാലോ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെയർ ആൻഡ് ഫ്രീ ആയിട്ടുള്ള സെലക്ഷനാണ്. പെട്ടെന്ന് നമുക്ക് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കും. നമുക്കിപ്പോൾ നവംബറിലൊരു എക്സാം നടന്നു കഴിഞ്ഞാൽ ഡിസംബർ ആകുമ്പോൾ ഒരു പ്രിലിംസിൻ്റെ റിസൾട്ട് വരുന്നു, അതിൻ്റെ എക്സാം ഡിസംബർ എൻഡ്, മെയിൻസിൻ്റെ എക്സാം ഡിസംബർ എൻഡ് നടക്കുന്നു, ജനുവരി എൻഡ് ആകുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്നു, ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ അത് ഒരു 10 to 15 ഡേയ്സിനകത്ത് വെച്ച് ഇൻ്റർവ്യൂ നടക്കുന്നു, അത് കഴിഞ്ഞൊരു 1 monthനകത്ത് വെച്ച് റിസൾട്ട് വരിക. റിസൾട്ട് വന്ന ഒരു 1 monthനകത്ത് വെച്ച് ഞാൻ ജോലിക്ക് കയറുമോ, അപ്രോക്സിമേറ്റ്ലി ഒരു 6 monthനകത്ത് വെച്ച് ഞാൻ പ്രിലിംസ് എഴുതി ഞാൻ ഒരു 6 monthനകത്ത് വെച്ച് എനിക്ക് ജോലിക്ക് കയറാനായിട്ട് പറ്റും. ആ ഒരു പ്രോസസ്സ് കമ്പാരിറ്റീവ്ലി ബാങ്ക് ജോബ്സ് പോലത്തെ ഒരു ജോബിനെ പറ്റത്തുള്ളൂ, ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ. വേറെ കാണും, എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ കാണും. പക്ഷേ നമ്മളൊരു കോമൺ കോമ്പറ്റേറ്റീവ് ഫീൽഡ്സ് എന്ന ലെവലിൽ PSC ആണെങ്കിലും SSC ആണെങ്കിലും ഒരു പരിധിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് എക്സാംസ് പോലെ സ്മൂത്തായിട്ടും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടക്കുന്ന റിക്രൂട്ട്മെൻറ്റ് വേറെ ഉണ്ടാകത്തില്ല. അതും ഞാൻ ഈ ബാങ്ക് ജോബ്സ് തിരഞ്ഞെടുക്കാനായിട്ടുള്ളൊരു ഫാക്ടറാണ്. പിന്നെ പറയാലോ നല്ല രീതിയിലുള്ള സാലറി കാണും എന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഒരു 45 ഏജ് ആകുമ്പോൾ തന്നെ, ഇപ്പോൾ 24 ആയി, ഒരു 45-നകത്ത് ഒരു ഫിനാൻഷ്യലി ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആയി ഒന്ന് VRS എടുക്കണം, നേരത്തെ ഒന്ന് റിട്ടയർ ചെയ്യണം, പിന്നെ ലൈഫ് കുറച്ചും കൂടെ വേറൊരു ലെവലിലേക്ക് എക്സ്പ്ലോർ ചെയ്യണം, കുറച്ച് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അങ്ങനെ കുറേ കാൽക്കുലേഷനും പ്ലാനിങ്ങും എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അതിനുള്ളൊരു മൊമെൻറ്റം എന്തായാലും ഈ ഒരു ജോബിൽ നിന്നേ കിട്ടും. പെട്ടെന്ന് കിട്ടുക എന്നുള്ളത്, ആ ഒരു മൊമെൻറ്റം പെട്ടെന്ന് കിട്ടുക എന്നുള്ളത് ഈ ബാങ്ക് ജോബ് വഴി എനിക്ക് പെട്ടെന്ന് അക്വയർ ചെയ്യാൻ കഴിയുമെന്നൊരു തോന്നലും കൂടെ എന്നെ ഈ ബാങ്ക് ജോബിലേക്ക് കൂടുതലായിട്ട് അടുപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഞാൻ എന്തായാലും ഒരു സെക്കൻഡ് ഫേസ് എന്തായാലും കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റേജ് എന്തായാലും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നലുണ്ട്. എനിക്കിനി എൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി സ്റ്റെപ്സ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. PO ലെവൽ ജോബ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ചും കൂടെ ഹയർ ജോബ്, ഒരു റിസർവ് ബാങ്കിലെ ഒരു ഗ്രേഡ് B പൊസിഷൻ, അതിൽ കുറച്ചും കൂടെ പ്രൊമോഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. പിന്നെ സ്വപ്നം കാണണം എന്നുള്ളതാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലേക്ക് എന്തായാലും അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും മാക്സിമം ശ്രമിക്കും എന്നുള്ള കാര്യം ഞാൻ അഷുറൻസ് തരാം. ഇനി പഠിക്കാനുള്ള ആൾക്കാരെടുത്ത് ആ ഒരു ടിപ്പായിട്ട് പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ബാങ്ക് എക്സാമിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയാം കൺസിസ്റ്റൻസി തന്നെയാണ്. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും വലിയ ബാങ്ക് എക്സാം കരിയർ ആ ഒരു സ്ട്രീമിൽ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ലൈഫ് ലെസണാണ് കൺസിസ്റ്റൻസി ഈസ് ദ കീ. കൺസിസ്റ്റൻസി എന്നൊരു സംഭവം നമ്മൾ എപ്പോൾ ലാപ്സ് ആവോ ആ സമയത്ത് നമ്മൾ അക്വയർ ചെയ്ത് തന്ന സ്പീഡ് കംപ്ലീറ്റ് കട്ടാകും. നമ്മൾ അക്വയർ ചെയ്ത് തന്ന അത്രയും നാളത്തെ നോളജ്, അതായത് നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങൾ കട്ടാകും. എന്ത് പറയുക,
നമ്മൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കാൻ കാണും, സിമ്പിൾ ഇൻട്രസ്റ്റ് പഠിക്കാൻ കാണും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിക്കാൻ കാണും. ഇതെല്ലാം പഠിച്ച് നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. പക്ഷേ സ്പോട്ടിലായിരിക്കും നമ്മൾ ഒരു 10 to 15 ഡേയ്സ് അടുപ്പിച്ച് ഗ്യാപ്പ് കണ്ടിന്യൂസ്ലി എടുത്ത് പോയി കഴിഞ്ഞാൽ മേ ബി നമുക്കതൊന്ന് റിക്കവർ ചെയ്ത് തിരിച്ച് റീകോൾ ചെയ്ത് കൊണ്ടുവരാൻ നല്ല ടാസ്ക് ആയിരിക്കും. അതിനുള്ളൊരു ഇരയാണ് ഞാൻ. കൺസിസ്റ്റൻസി എനിക്ക് നല്ല ലാക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം PV വന്നതിന് ശേഷം പ്രാക്ടീസ് വില്ലേജ് വന്നതിന് ശേഷമാണ് ആ കൺസിസ്റ്റൻസി എനിക്ക് കറക്റ്റായിട്ട് പോയത്. മാത്രമല്ല ബാങ്കിൽ കറണ്ട് അഫയേഴ്സ് ഇസ് ദ കിങ്. കറണ്ട് അഫയേഴ്സ് നമ്മൾ എത്രത്തോളം അക്വയർ ചെയ്യുന്നു, നമ്മൾ ഭയങ്കരമായിട്ട് ഈ ഡെപ്തിൽ പോയി കഴിക്കുക കറണ്ട് അഫയേഴ്സ്. ഒരു ലെവലും നോക്കരുത്. നമ്മൾ എന്താണോ നമ്മൾ വിടുന്നത്, എന്താണ് നമുക്ക് പാടായ ടോപ്പിക്കായിട്ട് അത് ചോദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ വിടുന്നോ ആ ക്വസ്റ്റ്യൻ തന്നെ കറക്റ്റായിട്ട് ചോദിച്ചിരിക്കും. ഏത് നമ്പറാണോ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് ആ നമ്പർ തന്നെ കറക്റ്റായിട്ട് നമ്മൾ ചോദിക്കും. എനിക്ക് ലൈവായിട്ട് ലെസൺ പഠിച്ചിട്ടുള്ളതാണ്. എക്സാമിന് വന്ന് ഞാൻ വിട്ട 4 ടോപ്പിക്കാണ്. എനിക്ക് ബാക്കിയുള്ള എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ആ നമ്പർ മാത്രം ഞാൻ പഠിച്ചില്ല, നമ്പർ മാത്രം ഓർമ്മയില്ല. കറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ടിപ്പായിട്ട് പറയുകയാണെങ്കിൽ കൺസിസ്റ്റൻസി ഇസ് ദ കീ, കറണ്ട് അഫയേഴ്സ് ഇസ് ദ കീ. ബാക്കി നമ്മൾ എത്രത്തോളം പിന്നെ ഹാർഡ് വർക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ കിട്ടാവുന്നൊരു സംഭവമേ ഉള്ളൂ. ഇംഗ്ലീഷ് പഠിച്ചിട്ട് നമ്പേഴ്സുമായിട്ട് ഒരു ബന്ധമില്ലാത്തിരുന്ന ഒരാൾക്ക് എനിക്ക് ഇതുവരെ എത്താൻ പറ്റിയെങ്കിൽ വേറെ സുഖമായിട്ട് എല്ലാവർക്കും എത്താൻ കഴിയും. എൻ്റെ കൂടെയുള്ള ബാച്ച്മേറ്റ്സ് ആണെങ്കിലും അവർ തന്നെ എന്താണ് 10th വരെയൊക്കെ പഠിച്ച ആൾക്കാർ. 10th വരെ ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ട് പിന്നെ ഹ്യൂമാനിറ്റീസ് ആയി പിന്നെ SSC ബാങ്കിങ് സ്ട്രീമിലേക്ക് വന്ന ആൾക്കാരുണ്ട്. അവിടെ നോക്കുമ്പോഴും അവർക്കും കയറി വരാൻ കഴിയുന്നുണ്ട്. സോ ഐ തിങ്ക് പോസിബിളാണ്. ബാങ്ക് എക്സാംസ് എന്ന് വെച്ചാൽ ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല, എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ വർക്ക് ചെയ്യണം. വർക്ക് എത്രത്തോളം ഇടുന്നോ അത്രത്തോളം നമുക്ക് മെറിറ്റ് ഉണ്ടാകത്തുള്ളൂ. എനിക്ക് ജോലി കിട്ടി എന്നുള്ളത് കൊണ്ടുള്ള എനിക്ക് ആകെപ്പാടെയുള്ള ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രാക്ടീസ് വില്ലേജ് വിട്ട് പോകണമെന്നൊരു ഫീൽ വന്നത് മാത്രമാണ്. എനിക്കിവിടെ സത്യം പറഞ്ഞ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹോം പോലെ ഞാൻ കാണുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഓണത്തിന് പോലും വീട്ടിൽ പോകാറില്ല. മിക്ക ടൈമിൽ ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും. ഇവിടെ ആരെങ്കിലും കാണും. ഇവിടെ ഫുൾ ടൈം ആക്റ്റീവ് ആയ സ്ഥലമാണ്. അപ്പോൾ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻസോ എമർജൻസിയോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ എക്സാംസ് എല്ലാം ഞാൻ വീട്ടിൽ പോകുന്ന ഒരാളാണ്. സോ എനിക്ക് ഈ ജോലി കിട്ടി എന്നുള്ളത് തന്നെ എനിക്കൊരു വിഷമം എന്നൊരു ഫാക്ടർ എന്ന് വെച്ചാൽ എനിക്കിനി പ്രാക്ടീസ് വില്ലേജ് വിട്ട് ഇനി വേറൊരു സ്ഥലത്തേക്ക് പോകണം. ഈ ഒരു ഓറോ അല്ലെങ്കിൽ ആ ഒരു ഡെപ്ത് ആ ഒരു കണക്ഷൻസ് എല്ലാം ഇനി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ഇവിടെ നിന്ന് കഴിയത്തില്ല എന്നൊരു വിഷമമുണ്ട്. പിന്നെ ഈ ജേണിയിൽ, അതായത് എൻ്റെ ഈ ബാങ്ക് കരിയർ ജേണിയിൽ ഇത്രയും നാൾ എൻ്റെ കൂടെ ഏറ്റവും ഫസ്റ്റ് എൻ്റെ പാരൻസ്, അച്ഛനും അമ്മ അനിയൻ, അവർക്കാണ് എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയുള്ളൂ. അവർ നിന്നപോലെ എനിക്ക് വേറെ ആരും നിന്നിട്ടില്ല. പിന്നെ ഇവിടെ വന്ന് പരിചയപ്പെട്ട കുറേ ആൾക്കാരുണ്ട്, എൻ്റെ ഫാക്കൽറ്റീസ്, എൻ്റെ മെൻറ്റേഴ്സ്. എസ്പെഷ്യലി എടുത്ത് പറയാം കാർത്തിക് സാറാണ് എൻ്റെ പേഴ്സണൽ മെൻറ്റർ. പുള്ളി നമ്മൾ TL ആരോമൽ സാർ, അഞ്ജന മിസ്സ്, ഇവിടുന്ന് വിട്ടുപോയ അനഘ മിസ്സ്, പിന്നെ SSCയിലെ മെൻറ്റേഴ്സ് എല്ലാവരും, ഇവിടുന്ന് വന്നവരും പോയവരും നിന്നവരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാവരും എനിക്ക് കരിയറിലേക്ക് എനിക്ക് കുറേ ഇൻപുട്ട് തന്നിട്ട് തന്നെയാണ് പോയത്. ഇപ്പോഴും എനിക്ക് നല്ല കണക്ഷനുള്ള ആൾക്കാർ തന്നെയാണ് അവർ. പിന്നെ ഇവിടുത്തെ എൻ്റെ ഫ്രണ്ട്സ്, ഇവിടുത്തെ എൻ്റെ സോഷ്യൽ സ്റ്റാഫിൻ്റെ ദിവ്യ ചേച്ചി, സന്തോഷ് സാറൊക്കെയാണ് എനിക്കിവിടെ എൻ്റെ കരിയർ കോഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയാണ് എനിക്കൊരു എക്സ്പീരിയൻസ് തന്നത്. എനിക്ക് ഇവിടെ നിന്നാൽ മതി, പഠിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് തന്നതൊക്കെ ചെയ്തു. ഇവിടുത്തെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് സ്റ്റാഫും മറ്റു കാര്യങ്ങളും എല്ലാവർക്കും ഞാനൊരു താങ്ക്സ് പറയുകയാണ്.